Hi traders, welcome back. This is Vipin Mohan. So നമ്മളിന്ന് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ജേണൽ, നിങ്ങൾ പല ആൾക്കാരും യൂസ് ചെയ്യുന്ന ജേണലാണ്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാം. നമ്മളത് കുറച്ചുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അപ്ഡേറ്റ് ചെയ്ത ജേണലിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണിതിൽ. അപ്പോൾ ഒരു കാര്യം ഞാൻ നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറയാം. ഒരു ട്രേഡറെ സംബന്ധിച്ച് അയാളുടെ സക്സസ് അല്ലെങ്കിൽ ഫെയിലിയർ എന്ന് പറയുന്ന ഒരു ഫൗണ്ടേഷൻ ഡിസൈഡ് ചെയ്യുന്നത് ജേണൽ പോലെയുള്ള കുറച്ച് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് നമ്മൾ ഓരോ ദിവസവും നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ ആ ട്രേഡിനെ നമ്മൾ എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത്, അത് നമ്മൾ ഏതൊക്കെ മെത്തേഡ്സാണ് യൂസ് ചെയ്യുന്നത്, അതിനുശേഷം നമ്മൾ എത്ര പ്രാവശ്യം നമ്മളത് റിവ്യൂ ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് നമ്മൾ ഓരോ മിസ്റ്റേക്സും സോർട്ട് ഔട്ട് ചെയ്ത് മുമ്പിലേക്ക് പോകുന്നത്. ഈ ഒരു കാര്യമാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ബട്ട് മോസ്റ്റ് ഓഫ് ദി ടൈമും ആൾക്കാർ ചെയ്യുന്നത് എന്താണ്, നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഓരോ ഇഷ്യൂ വരുമ്പോഴും നെക്സ്റ്റ് ബെസ്റ്റ് കോഴ്സിന് വേണ്ടി സെർച്ച് ചെയ്യും, നെക്സ്റ്റ് ബെസ്റ്റ് യൂട്യൂബ് വീഡിയോയ്ക്ക് വേണ്ടി സെർച്ച് ചെയ്യും. ഈ ഒരു രീതിയിൽ, അതായത് എന്താണോ ആക്ച്വലി ചെയ്യേണ്ടത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പാത്തിലാണ് മോസ്റ്റ് ആൾക്കാരും പോകുന്നത്. എന്നെ സംബന്ധിച്ച് പേഴ്സണലി പല സമയത്തും കംപ്ലീറ്റ്ലി ഹോപ്പ്ലെസ് ആയി പോയ സമയത്തൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ജേണലും അതിൻ്റെ കൂടെയുള്ള സ്ക്രീൻഷോട്ട്സുമാണ്. ഇത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മളുടെ മിസ്റ്റേക്സ്, എന്തൊക്കെയായിരുന്നു നമ്മൾ നെഗറ്റീവായി ചെയ്തുകൊണ്ടിരുന്നത് എന്ന് മനസ്സിലാക്കാൻ വേറൊരു ഓപ്ഷനും നമ്മളുടെ കയ്യിലില്ല. പല ആൾക്കാരുടെയും ധാരണ ഒരുപാട് ബുക്സ് വായിച്ചാൽ, പുതിയ ബുക്സ് വായിച്ചാൽ, പുതിയ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുന്നതാണ്. നമ്മൾക്ക് പഠിക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ബുക്ക് എന്ന് പറയുന്നത് നമ്മളുടെ ജേണലാണ്. അതിനപ്പുറത്തേക്ക് നല്ലൊരു ബുക്ക് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇതുവരെ യൂസ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ, ട്രേഡിംഗ് ചെയ്യുന്നുണ്ട് ബട്ട് ജേണൽ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ മാസം മുതൽ സ്റ്റാർട്ട് ചെയ്യുക. 2025 കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്ര ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ എന്തുകൊണ്ടാണ് ഇത് റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത് എന്നുള്ളത്. നമ്മളെ ഫോളോ ചെയ്യുന്ന പല ആൾക്കാരും ചില സമയത്ത് മെസ്സേജ് അയക്കുമ്പോൾ പറയും, ഞാൻ കഴിഞ്ഞ 6 മാസമായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, പിന്നെ കുറേ ലോസ് വന്നപ്പോൾ അത് നിർത്തി. 2 തരത്തിലാണ് ഇത് സംഭവിക്കുക. ഒന്ന്, ലോസസ് വരുമ്പോൾ നമുക്കാകെ സ്ട്രെസ് ആവും, നമ്മൾ ടെൻസ്ഡ് ആവും, സ്വാഭാവികമായിട്ടും നമുക്കിത് ഫില്ല് ചെയ്യാനുള്ളൊരു താല്പര്യം ഉണ്ടാവില്ല. അതേപോലെ നല്ലോണം പ്രോഫിറ്റ്സ് കിട്ടുന്ന സമയത്ത് ആൾക്കാർ ചിന്തിക്കാൻ തുടങ്ങും, ഞാൻ ട്രേഡിങ്ങിനെ കോൺകർ ചെയ്തു, എനിക്കിനി പ്രത്യേകിച്ചൊന്നും പഠിക്കാനില്ല, സോ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ആൾക്കാർ എഴുതില്ല. ബട്ട് ആക്ച്വലി ഈ ഒരു തേർഡ് കാറ്റഗറി ഉണ്ട്, ഒരു 5% ഓഫ് ദ കാറ്റഗറി. നമ്മൾ പറയാറുണ്ടല്ലോ 95% ആൾക്കാരും ലോസ് ചെയ്യുന്നൊരു ഗെയിമാണ്. സോ ഇതുപോലെ നോർമൽ പാത്തിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിച്ച് അത് ചെയ്യുന്ന ആൾക്കാരാണ് ആക്ച്വലി ട്രേഡിങ്ങിലും സക്സസ്ഫുൾ ആവുന്നത്. ഈ ജേണൽ ഞാൻ വളരെ സിമ്പിളായി വെക്കാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണമുണ്ട്. കാരണം ആസ് എ ബിഗിനർ അല്ലെങ്കിൽ ഒരു സ്ട്രഗിൾ ചെയ്യുന്ന പീരീഡിൽ ഒരുപാട് ഡാറ്റ പോയിന്റ്സ് ഉണ്ടാവുക എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ ഒരാൾ കൂടെ ഇല്ലാത്ത സമയത്തോളം കുറച്ച് ഡിഫിക്കൽട്ടാണ്. പല സമയത്ത് നമുക്ക് ലോസസ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലെ പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ നമ്മൾ റൂൾസ് ഫോളോ ചെയ്യാതിരിക്കുമ്പോൾ നമുക്കിത് ജേണലിൽ എഴുതുക, നമ്മളുടെ മിസ്റ്റേക്സ് ആക്സെപ്റ്റ് ചെയ്തത് എഴുതുക എന്നൊക്കെ പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരുപാട് ഡാറ്റ പോയിന്റും കൂടി വന്നാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. 2025 ഇതിലെ ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിതിൽ ഒരുപാട് പുതിയ മെട്രിക്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് അറിയാം, വലിയ വലിയ പൈനിയർ ആയിട്ടുള്ള പല ട്രേഡേഴ്സ് യൂസ് ചെയ്യുന്ന മെട്രിക്സ് ഉണ്ട്. AWLR പോലെയുള്ള മെട്രിക്സ് അതൊന്നും നേരത്തെ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, വളരെ സിമ്പിളായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു എൻട്രി പോയിന്റും ഇതിനകത്തില്ല. ബട്ട് ഉള്ള എൻട്രി പോയിന്റ് വെച്ച് നമുക്ക് കുറച്ചുകൂടി ഡാറ്റാസ് നമുക്ക് കാണാൻ പറ്റും. സോ നേരത്തെ നിങ്ങൾ നമ്മുടെ ജേണൽ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത് മാറ്റേണ്ട കാര്യമില്ല, ഇതതിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. അങ്ങനെയല്ല, നിങ്ങൾക്ക് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം, ഏത് രീതിയിലും യൂസ് ചെയ്യാം. ഇത് ഗൂഗിൾ ഷീറ്റിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അത് എക്സലായിട്ട് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാനും നിങ്ങൾക്ക് പറ്റും. ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ ഈ ജേണൽ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് നോക്കാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് നേരത്തെ അതേ ജേണലാണ്, പക്ഷേ കുറച്ച് പ്ലേസസ് കാര്യങ്ങൾ ചേഞ്ച് ആയിട്ടുണ്ട്. പിന്നെ ഇന്റേണൽ ഫോർമുലാസ് അവിടെ ഇവിടെയൊക്കെ ഞാൻ കുറച്ച് ചേഞ്ചസ് ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് പോർട്ട്ഫോളിയോ ഓവർവ്യൂ, ഇവിടെയൊക്കെ ചേഞ്ചസും കാര്യങ്ങളൊന്നുമില്ല. ബട്ട് എങ്കിലും സ്റ്റാർട്ടിങ് മുതലെല്ലാം 1 by 1 ആയിട്ട് പറഞ്ഞു പോകാം. ഫസ്റ്റ് ഇനീഷ്യൽ ക്യാപിറ്റൽ, ഇത് നമ്മൾ എന്താണോ നമ്മുടെ സ്റ്റാർട്ടിംഗ് ക്യാപിറ്റൽ നിങ്ങൾ ആദ്യമായിട്ട് ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ഇടുന്നത് അത് ഇവിടെ എൻ്റർ ചെയ്യുക. അതിൻ്റെ കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നിങ്ങൾ ഓൾറെഡി ട്രേഡ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ പാസ്റ്റ് ട്രേഡ്സിൽ എൻ്റർ ചെയ്യാൻ നിൽക്കണ്ട. കാരണം ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആവും, നിങ്ങൾ വെറുതെ സ്ട്രെസ്ഫുൾ ആവും. നാളെ മുതൽ, അതായത് നെക്സ്റ്റ് ഡേ മുതൽ, നിങ്ങൾ ഈ ജേണൽ യൂസ് ചെയ്യാൻ തുടങ്ങുന്ന അന്ന് മുതലുള്ള ഡാറ്റാസ് മാത്രമേ ഇതിനകത്ത് എൻ്റർ ചെയ്യുക. ആ ഡേ നിങ്ങളുടെ കയ്യിൽ എത്രയാണോ ക്യാപിറ്റൽ അക്കൗണ്ട് ഉള്ളത് അതിന് നിങ്ങളുടെ ഇനീഷ്യൽ ക്യാപിറ്റലായിട്ട് അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം ക്യാപിറ്റൽ അറ്റ് ദ മന്ത് സ്റ്റാർട്ട്. ഈ ക്യാപിറ്റൽ അറ്റ് ദ മന്ത് സ്റ്റാർട്ട് എന്ന് പറയുന്നത് നമുക്ക് യൂസ് ചെയ്യാം, യൂസ് ചെയ്യാതിരിക്കാം. കാരണം ഈ ജേണൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന്, ഇവിടെ അടിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാനിവിടെ ഷീറ്റിന് Jan 25 എന്നുള്ള ഒരു പേര് കൊടുത്തിട്ടുണ്ട്, January 25, 2025. ഇത് നിങ്ങൾക്ക് ഓരോ മാസത്തിന് വേണ്ടി സെപ്പറേറ്റ് ഷീറ്റ് ചെയ്യാം. അതായത് ഈ ജനുവരി കഴിയുമ്പോൾ ഫെബ്രുവരിയിലേക്ക് പുതിയ ഷീറ്റ് നമുക്ക് ഉണ്ടാക്കാം. അത് ജസ്റ്റ് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും.
അതിനുശേഷം ഫെബ്രുവരി കഴിയുമ്പോൾ അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് മാർച്ചിലേക്ക് പോവുക. അപ്പോൾ പഴയ ഡാറ്റാസൊക്കെ ഡിലീറ്റ് ചെയ്ത് നമുക്ക് പുതിയ ഡാറ്റ അവിടെ എൻ്റർ ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോഴൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓരോ മാസത്തെയും ഈ ഇൻഡിവിജ്വലായിട്ട് നമുക്ക് കാണാൻ പറ്റും അവിടെ എന്താണ് നമ്മുടെ പെർഫോമൻസ്, എങ്ങനെയാണ് നമ്മൾ കമ്പാരിറ്റീവ്ലി പെർഫോം ചെയ്തത് എന്നുള്ളത്. ഇനി അതല്ല നിങ്ങൾ നോർമലി ഒരു സിംഗിൾ ഷീറ്റാണ് യൂസ് ചെയ്യാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ ഇതിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. വേറെ പുതിയ ഷീറ്റ് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഈ രണ്ട് രീതിയിൽ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ അറ്റ് മന്ത് സ്റ്റാർട്ട് ആവശ്യമില്ല. അതേസമയത്ത് സെപ്പറേറ്റ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ജനുവരി 25 എൻഡ് ഓഫ് ദ മന്ത് ഉള്ള കറണ്ട് ക്യാപിറ്റൽ എന്നുണ്ടല്ലോ, ഈ B8A എന്ന കോളത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ 2,05,050 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതായിരിക്കും നമ്മളുടെ ഫെബ്രുവരി മന്ത് സ്റ്റാർട്ടിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതുപോലെ ഫെബ്രുവരിയുടെ എൻഡ് ക്യാപിറ്റൽ ആയിരിക്കും പ്രോഫിറ്റും ലോസും കൂട്ടിയും കുറച്ചിട്ടുള്ള, അതായിരിക്കും നമ്മളുടെ നെക്സ്റ്റ് മന്തിൻ്റെ സ്റ്റാർട്ടിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ആ രീതിയിൽ നമുക്ക് ചെയ്യാം. അതിനുശേഷം വേസ്റ്റ് കേസ് സെനാരിയോ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. പല ആൾക്കാർ ഇത് നോക്കാറില്ല. നമ്മുടെ ടോട്ടൽ ക്യാപിറ്റലിൻ്റെ ഒരു പെർസെൻറ്റേജ് നമുക്ക് നമ്മുടെ വേസ്റ്റ് കേസ് സെനാരിയോ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഒരു 10% ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു 2 ലക്ഷമാണ് നിങ്ങളുടെ ക്യാപിറ്റൽ എന്നുണ്ടെങ്കിൽ 20,000 ആണ് നിങ്ങളുടെ വേസ്റ്റ് കേസ് സെനാരിയോ. ഈ 20,000 ഒറ്റയടിക്ക് ഒരു 4-5 ട്രേഡ് 10 ട്രേഡ് വരെയൊക്കെ കണ്ടിന്യൂസ് ലൂസ് ആയി കഴിയുമ്പോൾ നമ്മൾക്ക് ഈ ഒരു ലോസ് വരികയാണ് എന്നുണ്ടെങ്കിൽ, കണ്ടിന്യൂസ് ട്രേഡ്സിൽ ഈ ലോസ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒന്നുകിൽ മാർക്കറ്റ് നമ്മളുടെ സൈഡിലല്ല, അല്ലെങ്കിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, നമ്മൾ എന്താണ് മിസ്റ്റേക്ക് ചെയ്യുന്നത്. സോ ജസ്റ്റ് സ്റ്റോപ്പ് ആൻഡ് തിങ്ക് എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഈ വേസ്റ്റ് കേസ് സെനാരിയോ കൊടുത്തിട്ടുള്ളത്. ആ പെർസെൻറ്റേജ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചേഞ്ച് ചെയ്യാം. പിന്നെ റിസ്ക് പെർ ട്രേഡ്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. പല ആൾക്കാരും റിസ്ക് പെർ ട്രേഡ് സാധാരണ ചെയ്യുന്നത് ഒരു എമൗണ്ട് ആണ്, അതായത് ഒരു 5,000 rupees പെർ ട്രേഡ്, 10,000 പെർ ട്രേഡ്. ഈ ഒരു മെത്തേഡ് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാ സമയത്തും നമ്മളുടെ റിസ്ക് പെർ ട്രേഡ് എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ഓഫ് ദ ക്യാപിറ്റൽ ആയിരിക്കണം. ക്യാപിറ്റൽ എത്രയാണ് അതിൻ്റെ ഒരു പെർസെൻറ്റേജ്. ഒരു യൂണിവേഴ്സലി അക്സെപ്റ്റഡ് കൈൻഡ് ഓഫ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 1% ഓഫ് ദ ക്യാപിറ്റൽ ലോസ് പെർ ട്രേഡ് എന്നുള്ളതാണ്. അതായത് ഒരു ട്രേഡ് എടുത്താൽ അതിന് മാക്സിമം ലോസ് എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ ക്യാപിറ്റലിൻ്റെ, ആ ട്രേഡിൽ ഇടുന്ന എമൗണ്ടിൻ്റെ അല്ല, ടോട്ടൽ ക്യാപിറ്റലിൻ്റെ 1% ആയിരിക്കും. ഞാൻ നോർമലി യൂസ് ചെയ്യുന്നത് 1%. അത് ഡിപ്പെൻസ്, നമുക്ക് പല സ്ട്രാറ്റജീസും പല കാര്യങ്ങളും വരും, അതിനനുസരിച്ച് മാറ്റാനൊക്കെ പറ്റും. ബട്ട് ആസ് എ ബിഗിനർ ഈ 1% തന്നെ സ്റ്റിക്ക് ചെയ്യുക. മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ അത്ര നല്ലതല്ല എന്നുണ്ടെങ്കിൽ 0.5 വരാം. ഫോർ എക്സാമ്പിൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ, മാർക്കറ്റ് സിറ്റുവേഷനിൽ എൻ്റെ സ്വിംഗ് ട്രേഡ്സിന് നോർമലി 0.25 0.5 ഒക്കെ ആയിരിക്കും. അത് റിസ്ക് മാനേജ്മെൻറ്റ് വേറെ കംപ്ലീറ്റ്ലി ഡിഫറൻറ്റ് പാർട്ടാണ്. പിന്നെ ലൈവ് PNL. ഈ ലൈവ് PNL എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ റണ്ണിങ് ട്രേഡ്സ്. നിങ്ങളിപ്പോൾ ഒരു സ്വിംഗ് ട്രേഡാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ PNL ഇവിടെ നമുക്ക് ലൈവായിട്ട് ഇവിടെ അടിയിൽ നിങ്ങൾക്ക് കാണാം. ലൈവ് ട്രേഡ്സ് എന്നുള്ള കോളത്തിൽ അതാണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ അടിയിലുള്ളത് ബുക്ക്ഡ് PNL. ബുക്ക്ഡ് PNL എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈവ് ട്രേഡ്സ് നമ്മൾ ഡയറക്റ്റ്ലി ക്ലോസ്ഡ് ട്രേഡ്സിലേക്ക് ഇത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡാറ്റയാണ് ഇവിടെ കാണുന്ന ബുക്ക്ഡ് PNL. പിന്നെ കറണ്ട് ക്യാപിറ്റൽ, അതായത് നമ്മളുടെ ഇനീഷ്യൽ ക്യാപിറ്റൽ പ്ലസ് മൈനസ് ലോസ് ഓർ പ്രോഫിറ്റ് എന്നുള്ളതാണ്. അതിനുശേഷം മന്ത്ലി റിട്ടേൺ എത്രയാണ്. ഈ ഒരു സിമ്പിൾ കാര്യമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്ന കാര്യം സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞു, ഇതൊക്കെ എൻ്റർ ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ ഒരു കോളം ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. ഈ കോളത്തിൽ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് ചേഞ്ച് ദ പെർസെൻറ്റേജ് വാല്യൂ ആസ് പെർ യുവർ റിക്വയർമെൻറ്റ് ഇൻ B4 B5. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഒന്ന് B4 എന്ന് പറയുന്നത് വേസ്റ്റ് കേസ് സെനാരിയോ, B5 എന്ന് പറയുന്നത് റിസ്ക് പെർ ട്രേഡ്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് ചേഞ്ച് ചെയ്യുക. പിന്നെ എൻ്റർ വാല്യൂസ് ഓൺലി ഇൻ ഗ്രീൻ കളേർഡ് സെൽസ്, അതായത് ഗ്രീൻ കളേർഡ് ഹെഡിങ് ഉള്ള സെൽസിൽ അല്ലെങ്കിൽ ഗ്രീൻ കളറുള്ള സെൽസിൽ മാത്രമേ നിങ്ങളുടെ വാല്യൂസ് നിങ്ങൾ എൻ്റർ ചെയ്യാൻ പാടുള്ളൂ. അത് മറക്കരുത്. പിന്നെ ലൈവ് ട്രേഡ്സ് എന്നുള്ളത് സിമ്പിളാണ്. ഓപ്പൺ ആയ ഡേറ്റ് എഴുതുക, സ്റ്റോക്കിൻ്റെ പേര് ഇവിടെ എഴുതുക, പിന്നെ ലോങ് ആണോ ഷോർട്ട് ആണോ എന്നുള്ളത് L അല്ലെങ്കിൽ S എന്ന് തന്നെ എഴുതുക. എൻട്രി പ്രൈസ്, ക്വാണ്ടിറ്റി, ഇനീഷ്യൽ സ്റ്റോപ്പ് ലോസ് എത്രയാണ്, കറണ്ട് സ്റ്റോപ്പ് ലോസ് അത് ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കറണ്ട് സ്റ്റോപ്പ് ലോസ് എഴുതുക, ഇല്ലാന്നുണ്ടെങ്കിൽ പഴയ സ്റ്റോപ്പ് ലോസ് തന്നെ എഴുതുക. റിസ്ക് എത്രയാണെന്നുള്ളത് ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റഡ് ആവും. ടാർഗറ്റ് ടു കറണ്ട് മാർക്കറ്റ് പ്രൈസ്. അത് നോർമലി 2 തരത്തിൽ ചെയ്യാം. ഗൂഗിൾ ഷീറ്റിൽ നിങ്ങൾക്ക് ഒന്നിൽ ഗൂഗിൾ ഫിനാൻസ് ഡാറ്റ യൂസ് ചെയ്ത് ചെയ്യാം. ഞാനത് അങ്ങനെ കോംപ്ലിക്കേറ്റ് ആക്കിയിട്ടില്ല. കാരണം ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യുന്നത് നമ്മളുടെ കയ്യിലുള്ള ഓപ്പൺ ട്രേഡ്സ് എത്രയായിരിക്കും, മേ ബി 2 or 3 അല്ലെങ്കിൽ 4 ഇത്രയൊക്കെ ആയിരിക്കും, റൈറ്റ്. എന്നാൽ അതിൻ്റെ പേഴ്സണലി നിങ്ങൾ ചെക്ക് ചെയ്ത് ഇവിടെ കോളം ഫില്ല് ചെയ്യുക എന്നുള്ളത് ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യുന്ന കാര്യമാണ്. കാരണം നമുക്ക് കുറച്ചുകൂടി ആ സ്റ്റോക്കുമായിട്ടുള്ള നമ്മളുടെ ആ ഒരു ക്ലോസ്നെസ് കൂട്ടും എന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. പിന്നെ എൻട്രി വാല്യൂ, എക്സിറ്റ്, കറണ്ട് വാല്യൂ, ആബ്സല്യൂട്ട് റിട്ടേൺ. ഇനി ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങളാണ്. ഒന്ന് നമ്മളുടെ ക്ലോസ്ഡ് ട്രേഡ്സ് എങ്ങനെയാണ് എൻട്രി ചെയ്യുക എന്നുള്ളത്. പിന്നെ വേറൊരു കാര്യമാണ് ഇവിടെ ട്രേഡിംഗ് സ്റ്റാറ്റ്സ്. ഇത് നമ്മൾ ഈ പുതിയ ജേണലിൽ കംപ്ലീറ്റ് ആയിട്ട് അപ്ഡേറ്റ് ആക്കിയ കാര്യങ്ങളാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. അതിന് മുന്നേ ക്ലോസ്ഡ് ട്രേഡ്സ് എങ്ങനെയാണ് എൻട്രി ചെയ്യുക എന്നുള്ളത്. ഈ ഡേ എന്നുള്ളിടത്ത് ഫ്രൈഡേ, സാറ്റർഡേ അതൊക്കെ ഓട്ടോമാറ്റിക്കലി പോപ്പുലേറ്റ് ആവും, എഴുതേണ്ട കാര്യമില്ല. അതിനുശേഷം ഓപ്പൺ ഡേറ്റ് എന്താണെന്ന് എഴുതുക, ടൈം. ഈ ടൈം നോർമലി സ്വിംഗ് ട്രേഡ്സിന് എഴുതണമെന്നില്ല, ബട്ട് ഇൻട്രാഡേ ട്രേഡ്സിന് ടൈം എന്ന് പറയുന്നത് നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നോർമലി പല സമയത്തും നമുക്ക് ഒരുപാട് കാലം കഴിയുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം, നമ്മൾ ചെറിയ സമയത്തേക്ക് ഹോൾഡ് ചെയ്തത് ലോസസ് ആയിരിക്കും, കൂടുതൽ സമയത്തേക്ക് ഹോൾഡ് ചെയ്തത് പ്രോഫിറ്റ്സ് ആയിരിക്കും. എന്നെ സംബന്ധിച്ച് ഞാൻ പണ്ട് ഇത് ചെക്ക് ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലായ മോസ്റ്റ് ഓഫ് ദി ടൈമും ഒരു വിത്തിൻ 20 minutes അല്ലെങ്കിൽ ഹാഫ് ആൻ അവറിലുള്ള മോസ്റ്റ് ഇൻട്രാഡേ ട്രേഡ്സും എൻ്റെ ലോസസ് ആയിരുന്നു. അതേസമയത്ത് അതിൽ കൂടുതലുള്ള ടൈം ഉള്ള ട്രേഡ്സ് എന്ന് പറയുന്നത് എനിക്ക് പ്രോഫിറ്റ്സ് ആയിരുന്നു. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യം, എല്ലാ സമയത്തും ട്രേഡ്സ്
ഇറസ്പെക്റ്റീവ് ഓഫ് സ്റ്റോപ്പ് ലോസ് ഓർ നോട്ട് ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ്. അതെൻ്റെ ട്രേഡിങ്ങിനെ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതേ പാരാമീറ്റർ ആയിരിക്കില്ല നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക നിങ്ങൾക്ക് ഏത് പാരാമീറ്ററാണ് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത്. പിന്നെ ഉള്ള നെക്സ്റ്റ് സംഭവം ക്ലോസ്ഡ് ഡേറ്റ്, അതേ ഡേറ്റ് ആണെങ്കിൽ അത്, അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേറ്റ് അത് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് എൻ്റർ ചെയ്യാം. പിന്നെ അതിൻ്റെ ടൈം ഇവിടെ എഴുതുക. സ്റ്റോക്ക് നെയിം എൽ ഓർ എസ്, ലോങ് ആണോ ഷോർട്ട് ആണോ എന്നുള്ളത് കറക്റ്റായിട്ട് എൽ അല്ലെങ്കിൽ എസ് എന്ന് തന്നെ എഴുതണം. അത് യൂസ് ചെയ്യുന്നുണ്ട് ഫോർമുലാസിൽ. പിന്നെ ക്വാണ്ടിറ്റി, എൻട്രി പ്രൈസ്, എക്സിറ്റ് പ്രൈസ്, ഇതൊക്കെ നമ്മൾ എഴുതുക. ബാക്കി ഇവിടെ കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ എൻട്രി വാല്യൂ, എക്സിറ്റ് വാല്യൂ, ആബ്സല്യൂട്ട് റിട്ടേൺ ഒക്കെ ഇവിടെ ഓട്ടോമാറ്റിക്കലി പോപ്പുലേറ്റ് ആവും. പിന്നെയുള്ള ബ്രോക്കറേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്മീഷൻ പ്ലസ് ചാർജസ് എല്ലാം കൂടി ഉള്ളത് ഒന്നിച്ചെഴുതുക. ഇപ്പോൾ ഒരു ദിവസം 4 ട്രേഡ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ടോട്ടൽ കോൺട്രാക്ട് നോട്ടിൽ നിങ്ങൾ കാണുന്നത് 1000 രൂപയാണെന്നുണ്ടെങ്കിൽ ഓരോ ട്രേഡിന് എത്രയാണ് എക്സാക്ട് ബ്രോക്കറേജ്, എത്രയാണ് എക്സാക്ട് STT നമുക്ക് ചിലപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ 4 ട്രേഡാണ് 1000 റുപ്പീസാണ് ബ്രോക്കറേജ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് 1000 റുപ്പീസ് ഡിവൈഡഡ് ബൈ 4, ദാറ്റ് മീൻസ് 250 റുപ്പീസ് പെർ ട്രേഡ്. അത് 4 ട്രേഡിനും ഈച്ച് കോളത്തിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഫൈനൽ റിട്ടേൺ എത്രയാണ്, ബ്രോക്കറേജ് കഴിഞ്ഞിട്ടുള്ള റിട്ടേൺ എല്ലാ സമയത്തും നോക്കേണ്ടത്. കാരണം ഈ ചാർജസ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. പല ആൾക്കാരും ഇയർലി നോക്കുമ്പോൾ റിട്ടേൺ പ്രോഫിറ്റിലായിരിക്കും, ബട്ട് ചാർജസ് കഴിയുമ്പോൾ നെഗറ്റീവിലായിരിക്കും. അങ്ങനത്തെ ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം. സോ അത് ശ്രദ്ധിക്കുക. പിന്നെ ഇനീഷ്യൽ SL നമ്മൾ ഇവിടെയാണ് SL എത്രയാണ് എന്ന് എഴുതേണ്ടത്. SL എത്ര റുപ്പീസ് ആണെന്നുള്ളത് ഇവിടെ ഓട്ടോമാറ്റിക്കലി പോപ്പുലേറ്റ് ആയിക്കോളും. അതായത് ഇപ്പോൾ 10 രൂപയാണ് ഈ ഒരു നമ്മൾ 2000 നമ്മൾ എൻ്റർ ചെയ്തു. 1990 നമ്മൾ SL വെക്കുമ്പോൾ 10 റുപ്പീസാണ് സ്റ്റോപ്പ് ലോസ്. അത് എത്ര രൂപയാണ് സ്റ്റോപ്പ് ലോസ് എന്നുള്ളതാണ് നെക്സ്റ്റ് കോളം. പിന്നെ റിസ്ക് റിവാർഡ് എത്രയാണെന്നുള്ളത് ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റ് ആവും. ഈ സെറ്റപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഒരുപാട് സെറ്റപ്പ്സ് യൂസ് ചെയ്യാതിരിക്കുക. 2-3 സെറ്റപ്പ് മാക്സിമം യൂസ് ചെയ്യുക. അതിവിടെ വളരെ കൃത്യമായിട്ട് എഴുതുക. കുറേ കാലം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏത് സെറ്റപ്പിലാണ് കൂടുതൽ എന്നുള്ളത്. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ആസ് എ ബിഗിനർ അല്ലെങ്കിൽ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മൾ സെറ്റപ്പ്സ് ചേഞ്ച് ചെയ്യും. അങ്ങനെ ചേഞ്ച് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പഴയത് ഡിലീറ്റ് ആക്കേണ്ട കാര്യമില്ല. ഞാൻ പുതിയ സ്ട്രാറ്റജി എനിക്ക് കിട്ടി, ഇത് ഹോളി ഗ്രേയിലാണെന്ന് വിചാരിച്ച് പഴയ ഡിലീറ്റ് ആക്കേണ്ട കാര്യമില്ല. ഒരുപാട് കാലം കഴിയുമ്പോൾ നിങ്ങൾക്ക് പല സമയത്തും മനസ്സിലാവും ആ പഴയത് അല്ലെങ്കിൽ ആദ്യമായിട്ട് ചെയ്തതായിരിക്കും ഏറ്റവും ബെസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് എൻ്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ റൂൾ യെസ് ഓർ നോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങളുടെ പ്രോഫിറ്റ് ഓർ ലോസ് എന്നുള്ളത് നോക്കിയിട്ടല്ല യെസ് ഓർ നോ എന്ന് എഴുതേണ്ടത്. പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും, ഇപ്പോൾ ചില ട്രേഡ്സ് പ്രോഫിറ്റബിൾ ആയിരിക്കും, ബട്ട് ചിലപ്പോൾ റൂൾ എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് നോ എന്ന് എഴുതേണ്ടി വരും. കാരണം നിങ്ങൾ ഒരു സ്ട്രാറ്റജി ഇല്ലാതായിരിക്കും ആ ട്രേഡ് എടുത്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങൾ ഏർലി എൻട്രി ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ലേറ്റ് എൻട്രി ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് പ്രോഫിറ്റ് ആയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ റൂൾ യെസ് എന്നല്ല. പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും സത്യസന്ധമായിട്ട് ഹോണസ്റ്റ് ആയിട്ട് അവിടെ എഴുതുക, നമ്മൾ റൂൾ ഫോളോ ചെയ്തിരുന്നോ ഇല്ലയോ എന്നുള്ളത്. ഒരു 50 ട്രേഡ് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളുടെ ആക്ച്വൽ വേ ഓഫ് തിങ്കിങ് എന്താണെന്നുള്ളത്. പിന്നെ കമൻറ്റ്സ് ഡെഫിനറ്റ്ലി നമുക്ക് ഇവിടെ എഴുതിയിട്ടുണ്ട് എന്താണ് അവിടെ നിങ്ങൾ പറ്റിയ കാര്യങ്ങൾ എന്താണ്. ചില സമയത്ത് നിങ്ങൾക്ക് പറ്റും, സ്ട്രാറ്റജി ഉണ്ടാവും, അതൊക്കെ അവിടെ വെച്ച് ആ ട്രേഡ്സ് ഒന്നും എടുക്കാതെ വേറെ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു ട്രേഡ് പോയി എടുക്കും. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ അവിടെ എഴുതുക. കുറേ എഴുതി കഴിയുമ്പോൾ നമുക്ക് അതിൽ നിന്നൊരു പാറ്റേൺ വരുന്ന നമുക്ക് മനസ്സിലാവും. ശരിക്കും ഈ പാറ്റേൺ ഫൈൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജേർണൽസ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഓരോ ട്രേഡിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഡെഫിനറ്റ്ലി നമ്മുടെ മെൻറ്റർഷിപ്പിൽ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ ഓരോന്നും ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ വളരെ ഡീപ്പായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഡെഫിനറ്റ്ലി ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം വേണ്ട. പിന്നെ ഇവിടെ നമ്മളുടെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് ഇവിടെ ട്രേഡിംഗ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഈ ട്രേഡിംഗ് സ്റ്റാറ്റിക്സിൽ ശരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റാർട്ടിംഗ് ക്യാപിറ്റൽ എത്രയാണ്, ടോട്ടൽ ട്രേഡ്സ് എത്രയാണ്, വിന്നിംഗ് ട്രേഡ്സ് എത്രയാണ്, വിന്നിംഗ് പെർസെൻറ്റേജ് എത്രയാണ്, വിന്നിംഗ് എമൗണ്ട് എത്രയാണ്, ആവറേജ് വിന്നിംഗ് എമൗണ്ട് എത്രയാണ്. വിന്നിംഗ് എമൗണ്ട് എത്രയാണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് അല്ല, ബട്ട് ആവറേജ് വിന്നിംഗ് എമൗണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ലോസിംഗ് ട്രേഡ്സ്, ലോസിംഗ് പെർസെൻറ്റേജ്, ലോസിംഗ് എമൗണ്ട്, ആവറേജ് ലോസിംഗ് എമൗണ്ട്. ഈ ആവറേജ് വിന്നിംഗ് എമൗണ്ട്, ആവറേജ് ലൂസിംഗ് എമൗണ്ട് യൂസ് ചെയ്തിട്ടാണ് ട്രേഡിങ്ങിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന AWLR എന്ന് പറയുന്ന ആവറേജ് വിൻ ലോസ് റേഷ്യോ എന്ന് പറയുന്ന ഒരു മെട്രിക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് റിസ്ക് റിവാർഡ്, ടോട്ടൽ നമ്മൾ ഇതുവരെ ചെയ്ത ട്രേഡ്സിൻ്റെ റിസ്ക് റിവാർഡ് എത്രയാണ് എന്നുള്ളതാണ് ഇവിടെ ഉള്ളത്. പിന്നെ കറണ്ട് ക്യാപിറ്റൽ എത്രയാണ്, അത് ഈ ഇവിടെയുള്ള ആദ്യത്തെ കോളത്തിന് പോപ്പുലേറ്റ് ഇങ്ങോട്ട് ചെയ്യുന്നതാണ്. പിന്നെ ലാസ്റ്റ് AWLR ഇവിടെ കാൽക്കുലേഷൻ കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും ലോക്ക്ഡ് ഫോർമുല അല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മോഡിഫൈ ചെയ്യാനൊക്കെയുള്ള എല്ലാ 100% ഫ്രീഡം ഉണ്ട്. നിങ്ങൾക്ക് എക്സ്ട്രാ ഡാറ്റ പോയിന്റ്സ് വേണമെന്ന് തോന്നുകയാണെങ്കിൽ അത് ആഡ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഒരുപാട് എക്സലിനൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പല പുതിയ കാര്യങ്ങൾ ഇതിൽ ചെയ്യാൻ പറ്റും. ഇതിൽ നിന്ന് ഐഡിയ എടുത്ത് വേറെ എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ജേർണൽസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ ജേർണൽ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. സോ ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഡെഫിനറ്റ്ലി വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.